മലയാള സിനിമയുടെ കടുനിറങ്ങൾക്കപ്പുറത്ത് ഒരു കാലമുണ്ടായിരുന്നു. വേഗതയും വർണ്ണഭംഗിയും കുറഞ്ഞ ആ കാലത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയ ചുരുക്കം ചില ജീനിയസുകളിൽ മുൻപന്തിയിലുള്ള വ്യക്തി. അക്ഷരത്തോടൊപ്പം ദൃശ്യാവിഷ്കാരത്തിലും പുത്തൻ രീതികൾ മലയാളിക്ക് പരിചയപ്പെടുത്തിയ വ്യക്തിത്വം. വിശേഷണങ്ങൾക്കപ്പുറത്ത് നിൽക്കുന്ന മലയാളിയുടെ സ്വകാര്യ അഹങ്കാരം ശ്രീ MT വാസുദേവൻ നായർ. 80കൾ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമായതിനു പിന്നിലും MTയുടെ കാമ്പുള്ള തിരക്കഥകൾ തന്നെയാണെന്ന് പറയാതെ വയ്യ. MTയിലെ ചലച്ചിത്രകാരൻ പറഞ്ഞുവെച്ച കഥകൾ, അനുഭവങ്ങൾ ദൃശ്യവൽക്കരിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ മഹാവിസ്മയം ഇന്നും മലയാളിയുടെ മനസ്സിൽ അവശേഷിക്കാതെ നിൽപ്പുണ്ട്. 80കളുടെ തുടക്കത്തിൽ മലയാള സിനിമയ്ക്ക് വേറിട്ടൊരു മുഖവും മാനവും പകർന്ന MT ചിത്രങ്ങളാണ് തൃഷ്ണയും വളർത്തുമൃഗങ്ങളും ആരൂഢവും. അവയ്ക്കു പിറകെ പിറവിയെടുത്ത ആൾക്കൂട്ടത്തിൽ തനിയെയും അക്ഷരങ്ങളും മഞ്ഞും ദൃശ്യഭംഗിക്കപ്പുറം പ്രേക്ഷകനെ ചിന്തിപ്പിച്ച ചിത്രങ്ങളാണ്. മനുഷ്യനും അവന്റെ മനസ്സും ഒന്നല്ല രണ്ടെന്ന് തോന്നിപ്പിച്ച മുഹൂർത്തങ്ങൾ. ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും അപ്പുറത്ത് നോവിന്റെയും സംഘർഷത്തിന്റെയും ഒരു ലോകമുണ്ടെന്ന് തോന്നലുണ്ടാക്കിയ ചിത്രങ്ങൾ. വർഷങ്ങൾക്കിപ്പുറത്ത് സുഖമുള്ള പ്രണയനൊമ്പരമായി പ്രേക്ഷകനിലേക്ക് എത്തിയ നക്ഷതങ്ങളും, ഒരു പെണ്ണിന് ഇത്രയും ചങ്കുറപ്പോ എന്ന് ചോദിച്ചുപോയ പഞ്ചാഗ്നിയും, മനുഷ്യ മനസ്സിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞ ആരണ്യകവും മലയാളത്തിന് സമ്മാനിച്ച മറ്റു സുഹൃതങ്ങൾ. വടക്കൻ പാട്ടുകളിൽ നിന്ന് വേറിട്ട് ചിന്തിച്ച ഒരു വടക്കൻ വീരഗാഥ, പ്രണയവും പകയും സമം ചേർത്ത താഴ്വാരം, സാമൂഹിക ദുരാചാരങ്ങളെ സമചിത്തതയോടെ വിമർശിച്ച പരിണയം, എല്ലാം പ്രേക്ഷകന് സമ്മാനിച്ച അനുഭൂതി പറഞ്ഞറിയിക്കാനാവാത്തത്. സാങ്കേതികതയ്ക്കും സൗകര്യങ്ങൾക്കുമപ്പുറത്ത് സിനിമയുടെ നട്ടെല്ല് തിരക്കഥ തന്നെയെന്ന് MTയുടെ ജാനകിക്കുട്ടിയും ദയയും ഒരു ചെറുപുഞ്ചിരിയോടെ വിളിച്ചു പറയുന്നതും മലയാള ചലച്ചിത്ര ലോകം കണ്ടുനിന്നു. ഒടുവിൽ 2009 MTയുടെ തിരക്കഥയിൽ 2 ചിത്രങ്ങൾ പുറത്തുവന്നത്: കേരളവർമ്മ പഴശ്ശിരാജയും നീലത്താമരയും. 80കളുടെ നിറവിലും ഇനിയും നമ്മെ കേൾപ്പിക്കാൻ ഒരുപിടി കഥകളുമായി, ചിന്തകളുമായി മലയാളിയുടെ സ്വന്തം MT യാത്ര തുടരുകയാണ്. പ്രേക്ഷകനെ വിസ്മയിപ്പിച്ച് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കടവത്തുനിന്ന് കടവത്തേക്ക്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.